എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കയ്യിലിരിക്കുന്നത് കഴന്തൻ ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സംഭവമാണ്, അടിപൊളിയായിട്ടുള്ള ഭയങ്കര ടേസ്റ്റുള്ള ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീൻ തന്നെ പലതരത്തിലുണ്ടല്ലോ, മറ്റേ കൂനൻ ചെമ്മീൻ, നാരൻ ചെമ്മീൻ, പൂവാലൻ ചെമ്മീൻ, പിന്നെ കൊഞ്ച്, അങ്ങനെ പലതരത്തിലുള്ള ചെമ്മീനുണ്ടല്ലോ. ചില സ്ഥലങ്ങളിൽ എല്ലാ ചെമ്മീനെയും കൊഞ്ചെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളുടെ ഇവിടെയൊക്കെ കായലിൽ നിന്ന് കിട്ടുന്ന നല്ല വലിയ ചെമ്മീനാണ് കൊഞ്ചെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ കഴന്തൻ ചെമ്മീൻ എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത് കേട്ടോ. അങ്ങനെയുള്ള അറിവാ. ഏതായാലും ഹാർബറിൽ നിന്ന് വാങ്ങിച്ച ചെല്ലാന ഹാർബറിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നത് നല്ല അടിപൊളി കഴന്തൻ ചെമ്മീനാണ്. ഇത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ ബിരിയാണിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിക്കുള്ള വെള്ളം വെക്കുമ്പോഴേക്കും ആദ്യം തന്നെ നമ്മൾ നെയ്യിടും. അത് കഴിഞ്ഞ് കറുവപ്പട്ട, മസാലക്കൂട്ടില്ലേ, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, തക്കോലം, കുരുമുളക്, പിന്നെ മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ജാതിപത്രി. ജാതിപത്രി ഉണ്ടെങ്കിലാണ് ബിരിയാണിയുടെ കറക്റ്റ് ഫ്ലേവറൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് നെയ്യിലിട്ട് മൂപ്പിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഈ ചെമ്മീൻ ഇപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം നമ്മുടെ അരി ഇടാനായിട്ട്. അതിന് കാരണം ആ സമയത്ത് നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് ആ ഒരു ടേസ്റ്റൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. ചെമ്മീൻ വലുതായത് കൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഉപ്പിട്ടേക്കണം കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ടൊന്നും പിടിക്കത്തില്ലേ. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാതെ. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ചേർക്കുകയാണെങ്കിൽ എനിക്ക് തോന്നണം പെട്ടെന്ന് ഇങ്ങനെ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും അത് ചേർക്കേണ്ട. നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ചങ്ങ് ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബിരിയാണി അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിരിയാണി അരി കഴിയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് കഴുകണം കേട്ടോ. ഒരുപാട് പ്രാവശ്യം കഴുകി അതിനകത്തുള്ള പശയൊക്കെ കളയണം, എന്നാലേ അരി ഇങ്ങനെ വിട്ട് കിടക്കണ്ടേ ബിരിയാണിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കഴുകുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൃഷിസ്ഥലത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ കുക്കിംഗ് ചെയ്യണത്. എങ്കിലും നമ്മുടെ ഈ വെള്ളം, ബിരിയാണി അരി എന്നല്ല, എല്ലാ അരിയും കഴുകുന്ന വെള്ളമൊന്നും നമ്മൾ ഒരു കാരണം വെച്ചാലും കൃഷിക്ക് ഒഴിക്കരുത് കേട്ടോ. അതൊക്കെ വാടിപ്പോകുമെന്നുള്ളതാണ് ഒരു അനുഭവം കൊണ്ട് പഠിച്ചേക്കണ ഒരു പാടാണ്. കറക്റ്റായിട്ട് അറിയാൻ പാടില്ല കേട്ടോ. ഏതായാലും നമുക്ക് കഴുകിയേക്കാം. മസാലകളെല്ലാം ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതാണ്, അതെല്ലാം ഭംഗി. ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞിട്ട് കൊടുക്കാവേ. നാരങ്ങയുടെ കുരു നന്നായിട്ട് കളയും. ഇതേ നമ്മുടെ ബിരിയാണിയുടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി അരി എടുക്കേണ്ട സമയം അറിയാമല്ലോ. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള വേവ് ആകുന്നതിന് തൊട്ട് മുൻപായിട്ട് വേണം ബിരിയാണി അരി കോരി വെക്കാൻ കേട്ടോ. അതായത് ഈ പാത്രത്തിലിരുന്ന് കുറച്ച് നേരം ഒന്ന് കുറച്ച് നേരം ഇരിക്കുമല്ലോ, ആ സമയത്ത് നന്നായിട്ട് വേകും. അപ്പോൾ അത് നോക്കി വേണം, ആ ഒരു കണക്കും കൂടി നമ്മൾ ശ്രദ്ധിച്ച് വേണം ബിരിയാണി അരി കോരി വയ്ക്കാനായിട്ട്. പിന്നെ അരി വെക്കുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, നിറച്ച് വെള്ളം വെക്കണം കേട്ടോ. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ഇരുന്ന് വേണം നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം ബിരിയാണി വയ്ക്കുമ്പോഴേക്ക്. നമ്മുടെ ബിരിയാണി റൈസ് നല്ല കറക്റ്റായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ബിരിയാണി റൈസിൻ്റെ ഒരു പ്രത്യേകത, വെന്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മങ്ങി പോകും, എല്ലാം കൂടി അടുത്തിങ്ങനെ ഒട്ടിപ്പോവേ. പിന്നെ ഇത് കറക്റ്റായിട്ടാണ് എടുക്കണമെങ്കിൽ ആ ഒരു വിട്ട് കിടക്കും, എന്നാൽ നല്ല കറക്റ്റ് പാകത്തിലുള്ള വേവും കിട്ടും. അതെ, ആ രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതുമേലിരുന്ന് കുറച്ച് നേരം കൂടി വേവും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ചെമ്മീൻ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെമ്മീൻ കൂടുതലുള്ളത് കൊണ്ട് ആവശ്യത്തിന് ഇരിക്കട്ടെ ഓയിൽ. ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോഴേക്കും ചെമ്മീൻ്റെ ഉള്ളിലൊരു ഞരമ്പ് പോലത്തെ ഭാഗം ഉണ്ട് കേട്ടോ, അതായത് ഒരു നൂല് പോലെ ഇരിക്കും. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ട് വലിച്ച് കളയണം കേട്ടോ. അത് ചില ആൾക്കാർക്കൊക്കെ വയറുവേദന വരാറുണ്ടേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ചെമ്മീനിട്ട് കൊടുക്കുവാടേ. ചെമ്മീൻ മുരിയണ സമയത്ത് നമുക്ക് നമ്മുടെ ഗ്രേവിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാവേ. നമ്മുടെ തൊട്ടടുത്ത് തന്നെ തോട്ടവും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കുറച്ചൊക്കെ പറിച്ചെടുക്കാം. പച്ചമുളക് എടുക്കാൻ വേണ്ടി വന്നതാണ് ഞാനിപ്പോൾ. ഇതേ നമ്മുടെ പച്ചമുളകിൻ്റെ ഒരു പ്രത്യേകത കണ്ട്, ബജ്ജി മുളക് പോലെയാണ് കേട്ടിരിക്കുന്നത്. കണ്ടോ, ഒരു ലൈറ്റ് കളറാണ്, പിന്നെ എരിവും കുറവാണ്, പിന്നെ ഒരു നല്ലൊരു വണ്ണമുള്ളൊരു മുളകില്ലേ, കടിക്കുമ്പോൾ ഇങ്ങനെ കടിച്ചു തിന്നാൻ പറ്റും, അങ്ങനത്തെ ഒരു മുളകാണ് കേട്ടോ. നമ്മുടെ കട്ടിംഗ് പാഡിൻ്റെ കാര്യം എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, ഇത് മരത്തിൻ്റെ ആണ് കേട്ടോ, വുഡിൻ്റെ ആയതുകൊണ്ട് തന്നെ ചെറിയ ഇങ്ങനെ അഴുക്കല്ല, ഇത് ഇങ്ങനെ ഒരു കളറൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. പക്ഷേ അത് നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തിരിക്കുന്നതാണ്.
നമ്മളിപ്പോൾ സവോള അരിഞ്ഞ് കഴിയാറായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തക്കാളി അരിയാൻ. നമ്മുടെ ചെമ്മീനൊക്കെ പല സൈസ് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെമ്മീനൊക്കെ നമുക്കൊന്ന് ആദ്യം കോരി മാറ്റിയേക്കാട്ടാ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് സഹിക്കാൻ പറ്റുള്ള നല്ല സ്മെല്ല് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കൊതി വരണുണ്ട് എനിക്ക് ശരിക്കും. ചെമ്മീൻ്റെ മണം അടിച്ചിട്ട് സഹിക്കണില്ല. അടിപൊളി. കറക്റ്റ് ഉപ്പും ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടിപൊളി. ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തിരിയും കൂടി വലിയ ഉരുളി എടുത്തിരിക്കുന്നത് ദം ചെയ്യാനും കൂടിയിട്ടാണ് കേട്ടോ. ഇത് മില്ല് വെച്ച് തന്നെ അങ്ങോട്ട് ദം ചെയ്തേക്കാലോ. നമ്മുടെ സവോള നന്നായിട്ട് പൊരിഞ്ഞു വരണുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഈ നമ്മൾ സാധാരണ ബിരിയാണിയിൽ വയ്ക്കുന്ന എല്ലാ ഐറ്റംസും ഒന്നും നമ്മൾ ഈ ബിരിയാണിയിൽ ചേർക്കുന്നില്ല കേട്ടോ. അതിൻ്റെ കാരണം ചെമ്മീൻ്റെ ടേസ്റ്റ് നന്നായിട്ട് മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇങ്ങനെ എല്ലാ ഐറ്റംസും കൂടി ചേർത്ത്, അതായത് മറ്റേ പൈനാപ്പിൾ, പിന്നെ കുറച്ച് ജീരകങ്ങളില്ലേ, സാജീരകം ഇടാറുണ്ട്, പിന്നെ അല്ലാതെ പെരുംജീരകം ഇടാറുണ്ട്. അങ്ങനെ പല ഐറ്റംസൊക്കെ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ചെമ്മീൻ്റെ ആ ഫ്ലേവർ അതിന് മുൻപന്തിയിൽ നിൽക്കില്ല. ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ ഈ ബിരിയാണി വയ്ക്കുന്നത് കേട്ടോ. പക്ഷേ സിമ്പിളാണെന്നും പറഞ്ഞ് ഒരു ടേസ്റ്റ് കുറവൊന്നും വരത്തില്ല. ഭയങ്കര വെടിക്കെട്ടാണ് ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് ഇത്ര ഉറപ്പിച്ച് പറയണം കേട്ടോ. ഇനി നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതെ, അതും കൂടി ഇട്ട് കൊടുക്കാവേ. അമ്പാ, ഇതിടുമ്പോഴേക്കും ഒരു പ്രത്യേക സ്മെല്ല് വരുവേ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തേക്കാവേ. ഇത് നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മസാല ഇട്ട് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമ്മുടെ ഗരം മസാല, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചെമ്മീനും കൂടി പെറുക്കി ഇട്ട് കൊടുക്കാവേ. ഇപ്പം നമ്മൾ മസാലകൾ ഇട്ടപ്പോഴേക്കും മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ കാരണം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തപ്പോഴേക്കും കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ബിരിയാണിയുടെ ഒരു പ്രത്യേകതയില്ലേ, അതായത് ശരിക്കും ഒരു റെഡ് കളർ വരാൻ പാടില്ല, എന്നാൽ ഒരു മഞ്ഞ കളറും ആയി പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമ്മുടെ ഇപ്പം നന്നായിട്ട് ആ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ചെമ്മീൻ പെറുക്കി ഇട്ടേക്കാവേ. അപ്പോൾ ഈ ഗ്രേവിയിൽ കിടക്കുമ്പോഴേക്കും നമ്മുടെ ചെമ്മീനെ വറുത്തപ്പോൾ ഒന്ന് ചുരുങ്ങിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വിതർന്ന് വരും കേട്ടോ. ഇത് നോക്കാം. ഈ ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടി ഇടണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പണി കഴിയാറായിട്ടുണ്ട്. എന്നാലും നല്ല വെയിലായിട്ടുണ്ട്. കണ്ണിട്ട് തന്നെ അടിക്കുന്നുണ്ട് വെയിൽ. ഇനി നമുക്കിത് ദം ചെയ്തേക്കാവേ. ഇതേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് റൈസ് അങ്ങ് കുടഞ്ഞിട്ടേക്കണം. നമ്മൾ ആദ്യം തന്നെ മല്ലിയില, പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സവോളയും കൂടി ഇങ്ങനെ ഒരു ലെയറും കൂടി ഇട്ട് കൊടുത്തേക്കാവേ. നമ്മുടെ കശുവണ്ടിയും മുന്തിരിയും കൂടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇനി കുറച്ച് നെയ്യും കൂടി മേളിലേക്ക് ഇങ്ങനെ വിതറി കൊടുത്തേക്കാം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ലെയർ ചോറും കൂടി ഇട്ടിട്ട് അങ്ങ് നമുക്ക് ദം ചെയ്ത് അടച്ചു വെച്ചേക്കാട്ടോ. നമ്മൾ റൈസ്, ബിരിയാണിയുടെ റൈസ് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ എടുക്കണം. അതായത് ഇല്ലേ, നമ്മൾ കളർ വരാൻ വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ ബിരിയാണി ആയി വന്നപ്പോഴേക്കും കുറച്ചങ്ങ് വൈകി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കളെല്ലാവരും ആകെപ്പാടെ കലിപ്പിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞേക്കാവേ. കഴിച്ചു നോക്കട്ടെ. അതിനകത്ത് ചെമ്മീൻ കിട്ടിയില്ല. ഓക്കെ, ചെമ്മീനും കൂടി പിടിച്ച് വെച്ചിട്ട് ദേ ഇത് ശരിക്കും ഇല്ലേ, ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇപ്പോൾ എപ്പോഴും വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയാം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും ബിരിയാണിയിലിടുന്ന അങ്ങനെ എല്ലാ അലുക്കുളത്തെ സാധനങ്ങളൊന്നും കൂടി ചേർക്കാതെ ചെറിയ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. ഇതിൽ നല്ലൊരു വെടിച്ചുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുമെന്ന പ്രതീക്ഷയും. ഇറ്റ്സ് മീ എൽസ സൈനിങ് ഔട്ട്.